ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെയർഡ് സർവീസ് കോസ്റ്റ് ലൊക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ കമ്പനി ഹാസ് 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഒരു കമ്പനിയിൽ 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? HR ഉം IT യും. ആൻഡ് HR ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 150,000 ആണ്. ആൻഡ് അലോക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് HR ഡിപ്പാർട്ട്മെന്റിലെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ബേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. ആൻഡ് IT ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 200,000 ആണ്. അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ബേസ് എന്ന് പറയുന്നത് IT സർവീസ് ഹവേഴ്സ് ആണ്. ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് X ആൻഡ് Y ആർ 250,000 ആൻഡ് 180,000 റെസ്പെക്റ്റീവ്ലി. ആൻഡ് നമുക്കൊരു ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, HR ഉം IT യും. ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, X ഉം Y യും. ഓക്കെ, സോ ഇവിടെ നോക്കുക. അണ്ടർ ദ ഡയറക്റ്റ് മെത്തേഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡയറക്റ്റ് മെത്തേഡ് ആണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ദെൻ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ആയ X ഉം Y യും ഉണ്ട്. ഇതൊരു ഡയറക്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ 2 സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കില്ല. ലൈക്ക് HR നിന്ന് നമ്മൾ Xയിലേക്കും HR നിന്ന് Yയിലേക്കും കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ IT-യിൽ നിന്ന് Xയിലേക്കും IT-യിൽ നിന്ന് Yയിലേക്കും കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഒരിക്കലും HR നിന്ന് IT-യിലേക്കോ അല്ലെങ്കിൽ IT-യിൽ നിന്ന് HR-ലേക്കോ കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കില്ല. ഡയറക്റ്റ്ലി ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മാത്രമേ നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. അങ്ങനെയായിരിക്കും ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യാം. സോ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് വാട്ട് എമൗണ്ട് ഓഫ് IT ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് വിൽ ബി അലോക്കേറ്റഡ് ടു ഡിപ്പാർട്ട്മെന്റ് Y. അപ്പം IT ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 200,000 ആണ്. ഇതിൽ എത്ര എമൗണ്ട് ആയിരിക്കും ഡിപ്പാർട്ട്മെന്റ് Yയിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക? ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് IT ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ബേസ് എന്ന് പറയുന്നത് IT സർവീസ് ഹവേഴ്സ് ആണ്. അതായത് ഇതാണ്. ഇതൊരു ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്സിന്റെ മാത്രം എമൗണ്ട് എടുത്താൽ മതി. ഓക്കെ, ലൈക്ക് IT ഹവേഴ്സ് എടുത്താൽ മതി. കാരണം HR നിന്ന് IT-യിലേക്കോ IT-യിൽ നിന്ന് HR-ലേക്ക് നമ്മൾ സർവീസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ 450 300 മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടും? 450 പ്ലസ് 300 ടോട്ടൽ 750 ഹവേഴ്സ് ആണുള്ളത്. അതിൽ ഡിപ്പാർട്ട്മെന്റ് Yന്റെ അല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് വാട്ട് എമൗണ്ട് ഓഫ് IT കോസ്റ്റ് വിൽ ബി അലോക്കേറ്റഡ് ടു ഡിപ്പാർട്ട്മെന്റ് Y എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ 750 ഹവേഴ്സിൽ Yന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ? 300 ഹവേഴ്സ് അല്ലേ? കാരണം X 450 ആണ്, Y 300 ആണ്. അപ്പോൾ ടോട്ടൽ ഹവേഴ്സ് ഇവിടെ ഉള്ളത് 750 ആണ്. അതിൽ 300 Yന്റെ ആണ്. അപ്പോൾ Yന്റെ എത്രയാണ് പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ പെർസെൻറ്റേജ് എത്രയാണ് കണ്ടുപിടിക്കുക? 300 ഡിവൈഡഡ് ബൈ 750, ദാറ്റ് ഈസ് 40%. സോ ടോട്ടൽ ബജറ്റഡ് IT ഹവേഴ്സിന്റെ 40%ഉം Yയിലേക്കാണ്. അതുകൊണ്ട് തന്നെ 200,000 40% ആയിരിക്കും നമ്മൾ ഡിപ്പാർട്ട്മെന്റ് Yയിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. എവിടുന്ന്? IT ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് Yയിലേക്ക്. സോ 200,000 into 40% is equal to 80,000. 200K into 40%, that is $80,000. മനസ്സിലായല്ലോ? IT ഡിപ്പാർട്ട്മെന്റിലെ 200,000-ൽ നിന്ന് 80,000 നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് Yയിലേക്ക് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The method for allocating service department cost that best recognizes the mutual service rendered to each other service departments is the. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2 സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി സർവീസസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് മെത്തേഡിൽ അതുണ്ടോ? ഡയറക്റ്റ് മെത്തേഡിൽ ഡയറക്ട്ലി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്കല്ലേ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു, അതായത് സർവീസ് 1 സർവീസ് 2 P1 P2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണെന്ന് വിചാരിച്ചോ. സോ സർവീസ് 1 ടു P1, സർവീസ് 2 ടു P2. ഒരിക്കലും ഇങ്ങോട്ട് സർവീസ് 1 നിന്ന് 2ലേക്കോ അല്ലെങ്കിൽ സർവീസ് 2 നിന്ന് 1ലേക്കോ ഒരിക്കലും നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മ്യൂച്വൽ സർവീസ് റെൻഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ല. ദെൻ നോക്കുക, റെസിപ്രോക്കൽ മെത്തേഡ് നോക്കുക. റെസിപ്രോക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? S1 S2 P1 P2. S1-ൽ നിന്ന് S2-ലേക്കും P1-ലേക്കും P2-ലേക്കും ഷെയർ ചെയ്തെടുക്കും.
ദെൻ S2-ൽ നിന്ന് S1-ലേക്കും P1-ലേക്കും P2-ലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അവിടെ ഒരു മ്യൂച്വൽ റെൻഡറിങ് ഓഫ് സർവീസ് ഉണ്ട് അല്ലേ, രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? റെസിപ്രോക്കൽ അലൊക്കേഷൻ മെത്തേഡ് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A company has two service departments, S1 and S2, and two production departments. ഇപ്പം നേരത്തെ തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കാട്ടേണ്ടത് ഈ ഒരു മ്യൂച്വൽ സർവീസ് റെൻഡേർഡ് ടു ഈച്ച് ടു അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഈ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഡയഗ്രാം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക, ഇതിൻ്റെയൊക്കെ ഡയഗ്രാംസ് പഠിച്ചു വെക്കുക. ഡയറക്റ്റ് അലൊക്കേഷൻ മെത്തേഡിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ അലൊക്കേഷൻ മെത്തേഡിൻ്റെയും റെസിപ്രോക്കൽ അലൊക്കേഷൻ മെത്തേഡിൻ്റെ ഒക്കെ ഡയഗ്രാംസ് ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡയഗ്രാംസ് ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുക ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി A company has two service departments, S1 and S2, and two production departments, P1 and P2. Departmental data for January are as follows. Then അതിൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, സർവീസ് പ്രൊവൈഡഡ് തന്നിട്ടുണ്ട്. ഇനി വാട്ട് ആർ ദ ടോട്ടൽ അലോക്കേറ്റഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ടു P2 if the company uses reciprocal method. കമ്പനി ഇവിടെ യൂസ് ചെയ്യുന്നത് റെസിപ്രോക്കൽ മെത്തേഡ് ആണ് ഫോർ അലോക്കേറ്റിംഗ് ഇറ്റ്സ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, റൗണ്ട് ദ കാൽക്കുലേഷൻ ടു ദ നിയറസ്റ്റ് ഹോൾ നമ്പർ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ S1-ന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 27,000 S1-ന്റെ വാല്യൂ ഉണ്ട്. പ്ലസ് വേറെ എന്തൊക്കെയാണുള്ളത് S1-ലേക്ക്? S2-ന്റെ 20% S1-ലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, S2-ന്റെ 20% നമ്മൾ S1-ലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി S2-ന്റെ വാല്യൂ നോക്കിയേ, ഇവിടെ 18,000 ഉണ്ട്. പ്ലസ് എത്രയാണ്? 10% ഓഫ് S1. 18,000 ഉണ്ട്, അതിൻ്റെ കൂടാതെ 10% ഓഫ് S1-ഉം കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പം എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? ഞാൻ ഒന്ന് ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. S1 is equal to ക്വസ്റ്റ്യനിൽ തന്നതുപോലെ തന്നെ 27,000 ആദ്യം എഴുതാം. ആ 27,000 മാത്രമാണോ സർവീസ് 1 ഡിപ്പാർട്ട്മെന്റിലുള്ളത്? അല്ലല്ലോ. പ്ലസ് ഇവിടെ നോക്കാം, സർവീസ് പ്രൊവൈഡഡ് ടു S1. S1-ലേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്? S2. എത്ര? 20%. അപ്പോൾ 20% നമ്മൾ എന്ത് ചെയ്താൽ 0.20 ഓഫ് S2. ഓക്കെ, ഇനി സർവീസ് പ്രൊവൈഡ്, ഇത് കൂട്ടി വായിച്ചാൽ മതി. സർവീസ് പ്രൊവൈഡഡ് ടു S2. S2-ലേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഫസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്തത്? 10%. ആര്? S1 ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്തത്. സോ S2-നെ നമ്മൾ എങ്ങനെ എഴുതുക? S2 is equal to ആദ്യം തന്നിരിക്കുന്ന എമൗണ്ട് എഴുതുക 18,000 പ്ലസ് അതിൻ്റെ കൂടെ 10% ഓഫ് S1, 0.10% ഓഫ് S1. ഈ രണ്ട് ഇക്വേഷൻസ് ആദ്യം ഉണ്ടാക്കുക. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ആദ്യം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇതിൽ S2-ന്റെ ഇക്വേഷൻ അങ്ങ് എടുത്ത് S2 is equal to 18,000 പ്ലസ് 0.10. ഈ S1-ന് പകരം ഇവിടെ S1 is equal to ഒരു വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, 27,000 പ്ലസ് 0.2 S2 എന്ന് എഴുതിയിട്ടുണ്ട്. S1-ന്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഈ ഇത്ര വലിയൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ ഈ S1-ന് പകരം നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് S1 എന്ന് എഴുതുന്നതിന് പകരം 27,000 പ്ലസ് 0.20 S2. ഇപ്പം രണ്ട് സ്ഥലത്തും ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും S2 ആയി. അതുകൊണ്ട് തന്നെ നമുക്കതിനെ മൈനസ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു സ്ഥലത്ത് S1-ഉം ഒരു സ്ഥലത്ത് S2 ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഫൈനൽ ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. സോ ഇതെങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ ഇത് ചെയ്യാം, സോൾവ് ചെയ്യാം? S2 is equal to 18,000 plus 0.10 into 27,000 എന്ന് പറയുന്നത് 2,700 plus 0.10 into 0.20 എന്ന് പറയുന്നത് 0.02 S2. ഇനി ഈ 0.02 S2 ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ, അതായത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ വെറും S2 എന്ന് എഴുതിയിട്ടുണ്ടായിട്ട് അത് അർത്ഥം എന്താ? 1 S2 എന്നാണ്. ഒരു വാല്യൂ ഇല്ല അവിടെ, വെറും S2 എന്നാണ് എഴുതിയതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും 1 S2 എന്നാണ്. ആ 1 S2-ൽ നിന്ന് 0.02 S2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.98 S2 എന്ന് കിട്ടും. ഓക്കെ, ഈ 2 പുറത്തേക്ക് പോകുമ്പോൾ ഓക്കെ മൈനസ് ആവും. ഇവിടെ പ്ലസ് ആണ്,
അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് ആവും. അപ്പോൾ 1 മൈനസ് 0.02 എന്ന് പറയുന്നത് 0.98 S2 ഇസ് ഈക്വൽ ടു 18,000 പ്ലസ് 2,700 ഇസ് ഈക്വൽ ടു 2,700. ഇനി S2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? S2 ഇസ് ഈക്വൽ ടു 2,700 ഡിവൈഡഡ് ബൈ പോയിന്റ്. ഈ ഒരു 0.98 ഇവിടേക്ക് പോകും, ഡിവൈഡ് ചെയ്യും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഇവർ തമ്മിൽ, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആവും. 0.98 ഇസ് ഈക്വൽ ടു 21122.45. അപ്പോൾ നമുക്ക് S2ൻ്റെ വാല്യൂ കിട്ടിയല്ലോ, $21,122.45 ആണ്. ഓക്കെ, ഇനി ഈ ഒരു S2ൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് S1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഏത് ഇക്വേഷനിലേക്ക് ഇടേണ്ടത്? ഇവിടെ നോക്കിക്കോ. S2 ഈസ് ഈക്വൽ ടു 18,000 പ്ലസ് 0.1 ഇൻറ്റു S1. അപ്പോൾ S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി S1ൻ്റെ ഇക്വേഷൻ എഴുതി നോക്കിയേ. S1 ഈസ് ഈക്വൽ ടു 27,000 പ്ലസ് 0.2 ഇൻറ്റു S2. ഇവിടെ ഈ S2 എഴുതിയതിന് പകരം ഈ ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് S1ൻ്റെ വാല്യൂ കിട്ടുമല്ലോ. അതായത് 27,000 ഇൻറ്റു 0.2 ഇൻറ്റു 21122.45. ഇവിടെ S2ന് പകരം ആ ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് S1 കിട്ടും. സോ S1 ഇസ് ഈക്വൽ ടു 3122.49. 3122.49, $31,224.49. അപ്പോൾ എങ്ങനെയാണ് S2 ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. ഇവിടെ ഈ S2 എന്ന് എഴുതിയതിന് പകരം ആ S2ൻ്റെ വാല്യൂ നേരെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ S1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഇത് രണ്ടും ഞാൻ സൈഡിലേക്ക് എഴുതട്ടെ. S1 is equal to 21122.45. S2 is equal to 3122.49. ഇനി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ ടോട്ടൽ അലോക്കേറ്റഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ടു P2 ഇഫ് ദ കമ്പനി യൂസസ്. അപ്പോൾ P2ലേക്ക് ടോട്ടല് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന കോസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം P2ലേക്ക് S1 എന്ന് എത്ര കോസ്റ്റ് ആണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? S1ൻ്റെ 40% P2ലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. S1ൻ്റെ 40% P2ലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. S2ൻ്റെ 50% P2ലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ S1ൻ്റെ വാല്യൂ നമുക്കറിയാം, അതിൻ്റെ 40% കാണാം, അത് P2ലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. S2ൻ്റെ വാല്യൂ നമുക്കറിയാം, അതിൻ്റെ 50% കാണാം, അതെന്ത് ചെയ്യുക? P2ലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ എമൗണ്ട് P2ലേക്ക് എത്ര അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് S1ൻ്റെ കേസ് നോക്കുന്നുണ്ടെങ്കിൽ 2122.45 into 40%, that is 0.40, is equal to $12489.80. ഓക്കെ, ഇനി S2ൻ്റെ കേസ് നോക്കുന്നുണ്ടെങ്കിൽ S2ൻ്റെ എമൗണ്ട് എത്രയാണ്? നമ്മളവിടെ എഴുതിയിട്ടുണ്ട് 3122.49 ആണ്. ഇൻറ്റു S2ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് P2ലേക്ക് ചെയ്ത് കൊടുക്കുന്നത്? 50% അല്ലേ? സോ ഇൻറ്റു 0.50 ഇസ് ഈക്വൽ ടു $10561.23. സോ S1ൻ്റെ അടുത്തിൽ നിന്നും $12,489.80 S2ൻ്റെ അടുത്തിൽ നിന്ന് $10,561.23 P2ലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ P2ലേക്ക് ടോട്ടൽ ഇപ്പോൾ എത്ര അലോക്കേറ്റ് ചെയ്തത്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ $23,051.03 ആണ് P2ലേക്ക് S1ൽ നിന്നും S2ൽ നിന്നും കൂടി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന എമൗണ്ട്. ഓക്കെ, സോ ആദ്യത്തെ ഇക്വേഷൻ ബിൽഡ് ചെയ്തിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് S1ൻ്റെയും S2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഈ
ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 2 എത്ര കോസ്റ്റ് ആണ് S1 അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, എത്ര പെർസെൻറ്റേജ് ആണ് S2 അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നോക്കുക. എന്നിട്ട് ആ പെർസെൻറ്റേജ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ടോട്ടൽ ഫിഗർ ആണ് വേണ്ടതെങ്കിൽ രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, so let's move to next question. Adam Corporation manufactures computer tables and has a following budgeted indirect manufacturing cost information for the next year. അപ്പോൾ ഇവിടെയും സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് 2 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റും സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റും. ദെൻ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടും 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മെഷീനിങ് ഡിപ്പാർട്ട്മെന്റും ഫാബ്രിക്കേഷൻ ഡിപ്പാർട്ട്മെന്റും. ആൻഡ് ഇഫ് ആദം യൂസസ് സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ്, ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ് ആണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, സിസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, ആൻഡ് മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, ഫാബ്രിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കോസ്റ്റുകളെ നമ്മൾ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. സോ നമ്മൾ ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബിഗിനിങ് വിത്ത് മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് എന്നാണ് തുടങ്ങുന്നത്. അതായത് മെയിൻ്റനൻസ് ആദ്യം സിസ്റ്റത്തിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, ദെൻ മെയിൻ്റനൻസ് മെഷീനിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, മെയിൻ്റനൻസ് ഫാബ്രിക്കേഷനിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ലൈക്ക് ഇങ്ങനെ മെയിൻ്റനൻസ് സിസ്റ്റം, മെയിൻ്റനൻസ് ടു മെഷീനിങ്, മെയിൻ്റനൻസ് ടു ഫാബ്രിക്കേഷൻ. ആൻഡ് അത് കഴിഞ്ഞാൽ അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയ സിസ്റ്റത്തിൽ നിന്ന് മെഷീനിങ്ങിലേക്കും ഫാബ്രിക്കേഷനിലേക്കും അടുത്ത അലോക്കേഷൻ പോകും. മനസ്സിലായോ? ഇനി മെയിൻ്റനൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, മെയിൻ്റനൻസിനൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുക, സിസ്റ്റത്തിൽ നിന്ന് മെഷീനിങ്ങിലേക്കും ഫാബ്രിക്കേഷനിലേക്കും. അപ്പോൾ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് 3 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. രണ്ടാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയ സിസ്റ്റംസ് 2 പേർക്കാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ആർക്കൊക്കെ? മെഷീനിങ്ങിനും ഫാബ്രിക്കേഷനും മാത്രം. സോ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. ഓരോ ആൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴും കുറഞ്ഞു വരികയാണ്, സ്റ്റെപ്പ് ഡൗൺ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ് ഇതിനെ വിളിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഒന്ന് നോക്കിയേ, മെഷീനിങ് എന്നാണ് തുടങ്ങുന്നത്. അപ്പം മെയിൻ്റനൻസ് എന്നാണ് തുടങ്ങുന്നത്. മെയിൻ്റനൻസിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് ആയ 360,000-ൻ്റെ 10%, അതായത് ഇവിടെ ഫ്രം മെയിൻ്റനൻസ് എഴുതിയ കോളം കണ്ടോ, അല്ല റോ കണ്ടോ, ഫ്രം മെയിൻ്റനൻസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ട് ഇതാ, സിസ്റ്റത്തിലേക്ക് 10%, മെഷീനിങ്ങിലേക്ക് 50%, ഫാബ്രിക്കേഷനിലേക്ക് 40%. നമ്മൾ ഫാബ്രിക്കേഷൻ്റെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ദ ടോട്ടൽ ഓവർഹെഡ് ഫോർ മെഷീനിങ് ഡിപ്പാർട്ട്മെന്റ് ടു അലോക്കേറ്റ് ടു ഇറ്റ്സ് പ്രൊഡക്ട്സ് വുഡ് ബി. മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിന് അത് മാത്രം കണ്ടാൽ മതി. സോ നമ്മൾ വെറുതെ ഫാബ്രിക്കേഷനിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ 10% സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷെയർ ചെയ്ത് പോകും. ഞാൻ ജസ്റ്റ് വരച്ചുതരാം. മെയിൻ്റനൻസ്, സിസ്റ്റംസ്, മെഷീനിങ്, ഫാബ്രിക്കേഷൻ. അപ്പോൾ മെയിൻ്റനൻസിൻ്റെ 10% സർവീസിലേക്ക്, 50% മെഷീനിങ്ങിലേക്ക്. അപ്പോൾ 360,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 36,000 സിസ്റ്റത്തിലേക്ക് പോകും. ആൻഡ് 360,000-ൻ്റെ 50% എന്ന് പറയുമ്പോൾ 180,000 മെഷീനിങ്ങിലേക്കും പോകും. 180,000 ഷെയർ ചെയ്ത് കൊടുത്തു. ഇനി അപ്പം നമ്മൾ മെയിൻ്റനൻസ് സിസ്റ്റത്തിലേക്കും മെഷീനിങ്ങിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തു. ഫാബ്രിക്കേഷനിലേക്ക് നമ്മൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നില്ല. ഇനി അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെന്റ് സിസ്റ്റമാണ്. ഇപ്പം സിസ്റ്റത്തിൽ എത്ര എമൗണ്ട് ഉണ്ട് ടോട്ടലായിട്ട്? അവർക്ക് ബജറ്റ് ചെയ്ത ഓവർഹെഡ് ആയിട്ടുള്ള 95,000-ഉം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന് അടുത്തുനിന്ന് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയ 36,000-ഉം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 95,000 പ്ലസ് 36,000, ദാറ്റ് ഈസ് 131,000. ഇപ്പോൾ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ അടുത്ത് 131,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തത് എന്താ ചെയ്യുക, സിസ്റ്റത്തിൽ നിന്ന് അത് മെഷീനിങ്ങിലേക്കും ഫാബ്രിക്കേഷനിലേക്കുമാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും ഒരു സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് കയറില്ല. ഇനി ഒരിക്കലും മെയിൻ്റനൻസിലേക്ക് തിരിച്ചയക്കില്ല. മെയിൻ്റനൻസ് ഒന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇനി ബാക്കോട്ട് മെയിൻ്റനൻസിലേക്ക് ഇനി തിരിച്ചയക്കില്ല. ഓക്കെ, സോ സിസ്റ്റത്തിൽ നിന്ന് ഇനി മെഷീനിങ്ങിലേക്കും ഫാബ്രിക്കേഷനിലേക്കും മാത്രമായിരിക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു 5% നോക്കേണ്ട ആവശ്യമുണ്ടോ? സിസ്റ്റത്തിൽ നിന്ന് ഇനി മെയിൻ്റനൻസിലേക്ക് പോകുന്നില്ലല്ലോ. ഇനി അപ്പോൾ എന്ത് നോക്കിയാൽ മതി? ഈ 2 എമൗണ്ട് മാത്രം നോക്കിയാൽ മതി, 2% മാത്രം നോക്കിയാൽ മതി. ഇതെന്താണ് പറയുന്നത്? ശരിക്കും സിസ്റ്റത്തിൻ്റെ 5% മെയിൻ്റനൻസിലേക്ക് വന്നാൽ സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇനി തിരിച്ച് ബാക്കോട്ട് പോകില്ല. മെയിൻ്റനൻസ് നമുക്ക് ഫണ്ട് വന്നു, ഇനി ഒരിക്കലും മെയിൻ്റനൻസിലേക്ക് തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്യുക. ബാക്കി നോക്കുമ്പോൾ 45%-ഉം 50%-ഉം ആണുള്ളത്.
അപ്പം ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് എത്ര കിട്ടും? 45 പ്ലസ് 50 95 കിട്ടും അല്ലേ ടോട്ടൽ. അത് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതി. ആൻഡ് നമ്മൾ മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ കാണുന്നത്. മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺട്രിബ്യൂഷൻ എത്രയാ? 45. നമുക്ക് എത്ര എമൗണ്ട് ആണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സിസ്റ്റത്തിൽ? 1,31,000. ഒന്ന് ചെയ്ത് നോക്കിയേ. 1,31,000 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 95. ദാറ്റ് ഈസ് 62,053. അപ്പം മെഷീനിങ് ഡിപ്പാർട്ട്മെന്റ് 62,053. ഇപ്പം ടോട്ടൽ മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ നോക്കിയേ. മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ബജറ്റിംഗ് ഓവർ ഹെഡ് ആയിട്ടുള്ള 200,000 ഉണ്ട്. ദെൻ മെയിൻ്റനൻസ് നിന്ന് കിട്ടിയ 180,000 ഉണ്ട്. സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയ 62,053 ഉണ്ട്. ഇത് മൂന്നും കൂടിയും ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ കോസ്റ്റ് കാണാലോ, ടോട്ടൽ ഓവർ ഹെഡ് കാണാലോ. അപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 62,053 പ്ലസ് 180,000 പ്ലസ് 200,000 ദാറ്റ് ഈസ് 442053. 442053 ആയിരിക്കും ആൻസർ വരിക. എങ്ങനെയാണ് നമ്മൾ ബജറ്റ് ചെയ്ത് വെച്ച ഓവർ ഹെഡ് ഉണ്ട് ഓൾറെഡി അവിടെ തന്നെ മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ റോയില് ബജറ്റഡ് ഓവർ ഹെഡ് ഉണ്ട്. എത്ര? 200,000. അതിൻ്റെ കൂടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത 180,000ഉം സിസ്റ്റം ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത 62,053 കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? $44,253 കിട്ടും. ഓക്കെ. സോ മെഷീനിങ് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് നമ്മൾ ഫാബ്രിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടിട്ടില്ല. ഓക്കെ, നമ്മളത് കാണേണ്ട ആവശ്യമില്ല. മെഷീൻ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം മതി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ ഡിഫറൻസ് വരുന്നത് എവിടെയാണ്? ഡയറക്റ്റ് മെത്തേഡാണ്. നേരത്തെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ആയിരുന്നു ചെയ്തത്. ഇപ്പോൾ സ്റ്റെപ്പ് ഡൗണും ഡയറക്റ്റും നമ്മുടെ ഡിഫറൻസ് എന്താ? സ്റ്റെപ്പ് ഡൗണിൽ നമ്മൾ ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അടുത്ത പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് പോവുകയാണ് ചെയ്യുക. ബട്ട് ഡയറക്റ്റ്ലി നമുക്കറിയാം ഡയറക്റ്റ്ലി ടു ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് മാത്രമാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് മാത്രമാണ്. സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യില്ല. അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്, സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്, മെഷീനിങ് ഡിപ്പാർട്ട്മെന്റ്, ഫാബ്രിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും ഇവർ ത്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യില്ല. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫാബ്രിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും ദെൻ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫാബ്രിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ദെൻ സിസ്റ്റം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കും സിസ്റ്റം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫാബ്രിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും. കണ്ടോ, രണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, അല്ലാണ്ട് ഇവരുടെ ഉള്ളിൽ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല. ബട്ട് സ്റ്റെപ്പ് ഡൗൺ മെത്തേഡിൽ നമ്മൾ പഠിച്ചിരുന്നു, ആദ്യം മെയിൻ്റനൻസ് നിന്ന് സിസ്റ്റത്തിലേക്കും ദെൻ സിസ്റ്റത്തിൽ നിന്ന് മെഷീനിങ്ങിലേക്കും ഒക്കെയാണ് പോകുന്നത് അല്ലേ. അപ്പം സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അവിടെ എന്തുണ്ട്? കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് മെത്തേഡിൽ അതില്ല. സോ നോക്കാം, ഡയറക്റ്റ് മെത്തേഡിൽ അതില്ലാത്തത് കൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മെയിൻ്റനൻസിന്റെ 10% സിസ്റ്റത്തിലേക്ക് നിന്നാണ്. പക്ഷെ ഡയറക്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. നമ്മൾ ആകെ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ direct method to allocate support department cost to production departments, the total overhead for the machining department to allocate to its product. അപ്പോൾ മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം കണ്ടാൽ മതി, ഫാബ്രിക്കേഷൻ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഫസ്റ്റ് ആയിട്ട് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ് എടുക്കാം. എത്രയാണ്? 360,000 ആണ് അല്ലേ. 360,000 ഇൻറ്റു അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്? നമുക്കിതൊന്ന് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ റോ എടുക്കുക. ഫ്രം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് അതിൽ 50 ഉണ്ട്, 40 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 90 ആണുള്ളത്. ഡിവൈഡഡ് ബൈ അതിൽ മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 50% അല്ലേ. സോ 50
into 50 divided by 90 is equal to 200,000. ഇനി നമുക്ക് സിസ്റ്റം ഡിപ്പാർട്ട്മെന്റിനെ നോക്കാം. സിസ്റ്റം ഡിപ്പാർട്ട്മെന്റിൽ 95,000 ആണ് ഓവർ ഹെഡ് ഉള്ളത്. അതിൻ്റെ അപ്പം ഫ്രം സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ റോ നോക്കുക. അതിൻ്റെ മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്രയാണ് പോവുക? 45% ആണ്. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ എത്രയാണ്? 95% ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്യാത്തത്? ഈ ഒരു 5% കൺസിഡർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരിക്കലും സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡയറക്റ്റ് മെത്തേഡിൽ കോസ്റ്റ് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കില്ല. അതുകൊണ്ടാണ് നമ്മളത് ക്യാൻസൽ ചെയ്യുന്നത്. നമ്മൾ ആകെ ഇത് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. 50%ഉം 45%, ദാറ്റ് ഈസ് 95%. അതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45% ആണ്. 45. സോ 95,000 into 45 divided by 95, that is 45,000. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ ടോട്ടൽ ഓവർ ഹെഡ് ഫോർ ദ മെഷീനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ നമുക്കറിയാം മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിൽ ഓൾറെഡി ഒരു 200,000 ബജറ്റഡ് ഓവർ ഹെഡ് ഉണ്ട്. അപ്പോൾ മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഓവർ ഹെഡ് ആയിട്ട് 200,000 ഉണ്ട്. അതിൻ്റെ കൂടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു 200,000 അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് എഴുതിയത് ഒരു 200,000 അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു 45,000 അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ടോട്ടൽ എത്ര ഓവർ ഹെഡാണ് വരുന്നത്? ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് മെഷീനിങ് ഡിപ്പാർട്ട്മെന്റ് എത്രയാണ്? 4,45,000. അതായത് മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു 200,000 ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു 200,000 അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു 45,000 അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4,45,000 ആണ് ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ല മെഷീനിങ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി ക്ലാസ്.